ടു മൈ ചാനൽ. എല്ലാവർക്കും നമസ്കാരം. ഹെലിക്സ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിങ്ങിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിങ്ങിൻ്റെ ഒരു ഡെഫിനിഷനാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ, സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ഈസ് എ സിസ്റ്റമാറ്റിക് ആൻഡ് എ ഡിസിപ്ലിൻഡ് അപ്രോച്ച് ടു ഡെവലപ്പിംഗ്, ഓപ്പറേറ്റിംഗ് ആൻഡ് മെയിൻ്റനിങ് എ സോഫ്റ്റ്വെയർ. അതായത് നമ്മൾ ഒരു സോഫ്റ്റ്വെയർ ക്രിയേറ്റ് ചെയ്യുന്നത് ഡെവലപ്പ് ചെയ്യാനും അത് ഓപ്പറേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ അതിനെ മെയിൻ്റനൻസ് ചെയ്യാനും ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നൊരു ടൂളാണ്. അതുപോലെ തന്നെ ഇറ്റ് അപ്ലൈസ് എഞ്ചിനീയറിംഗ് പ്രിൻസിപ്പിൾ ടു എൻഷുർ software is reliable, efficient, cost effective and meet users requirements. So mainly നമ്മൾ ഈ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് പ്രിൻസിപ്പിൾ നമ്മൾ യൂസ് ചെയ്യണേ നമുക്ക് എഫിഷ്യൻ്റായിട്ടും അതുപോലെ തന്നെ നമ്മുടെ കോസ്റ്റ് എഫക്റ്റീവായിട്ടും അതുപോലെ തന്നെ യൂസറിൻ്റെ ഓരോ റിക്വയർമെൻറ്റ്സ് അച്ചീവ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ മെയിൻലി സോഫ്റ്റ്വെയർ പ്രിൻസിപ്പിൾസ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഇറ്റ് എൻഷുർ ദ സോഫ്റ്റ്വെയർ വർക്ക് ആസ് എക്സ്പെക്റ്റഡ് ആൻഡ് ഈസ് ഈസി ടു മെയിൻ്റനൻസ്. അതായത് നമ്മൾ പ്രതീക്ഷിച്ച പോലെ നമുക്കൊരു സോഫ്റ്റ്വെയറിനെ ഉണ്ടാക്കാനും അതുപോലെ തന്നെ അതിനെ മര്യാദയ്ക്ക് നമുക്ക് മെയിൻ്റനൻസ് ചെയ്യാനും വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിങ്ങിൻ്റെ ഫേസസ് ആണ്. അപ്പോൾ 6 ഫേസസ് ആയിട്ടാണ് നമ്മൾ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ഫേസസ് വന്നത്. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിക്വയർമെൻറ്റ് ഫേസ്, സെക്കൻഡ് വൺ ഡിസൈനിങ് ഫേസ്, തേർഡ് വൺ ഡെവലപ്മെൻറ്റ് ഫേസ് ഓർ കോഡിംഗ് ഫേസ്, ഫോർത്ത് വൺ ടെസ്റ്റിംഗ് ഫേസ്, ഫിഫ്ത്ത് വൺ ഡിപ്ലോയ്മെൻറ്റ് ഫേസ് ഓർ ഇംപ്ലിമെൻറ്റേഷൻ ടു പ്രൊഡക്ഷൻ, സിക്സ്ത് വൺ എന്ന് പറഞ്ഞാൽ മെയിൻ്റനൻസ് ഫേസ്. നമുക്കിനി ഓരോ ഫേസസും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിക്വയർമെൻറ്റ് ഫേസ് ആണ്. റിക്വയർമെൻറ്റ് ഫേസിൽ നമ്മൾ ഫസ്റ്റ് നോക്കുന്ന പോയിൻ്റാണ് ദ നീഡ്സ് ഓഫ് യൂസർ ഓർ ക്ലയൻസ് ആർ ഗ്യാതേർഡ്. അതായത് നമ്മൾ ക്ലയൻസ് അപ്രോച്ച് ചെയ്യുന്ന ആ ഒരു ഫേസാണ് റിക്വയർമെൻറ്റ് ഫേസ് എന്ന് പറഞ്ഞാൽ. ഈ ഫേസസിൽ ഫങ്ഷണൽ റിക്വയർമെൻറ്റ്സ് ആൻഡ് നോൺ ഫങ്ഷണൽ റിക്വയർമെൻറ്റ്സ് ആർ കളക്റ്റഡ്. അതായത് ഫങ്ഷണൽ റിക്വയർമെൻ്റ് ആയിട്ട് അവർക്ക് എന്താണ് വേണ്ടത്, അതുപോലെ നോൺ ഫങ്ഷണൽ ആയിട്ടുള്ള കാര്യങ്ങളായിട്ട് നമ്മുടെ പെർഫോമൻസ്, സെക്യൂരിറ്റി, യൂസബിലിറ്റി, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ കളക്ട് ചെയ്യുന്ന ഒരു ഫേസാണ് റിക്വയർമെൻറ്റ് ഫേസ്. റിക്വയർമെൻറ്റ്സ് ആർ ഡോക്യുമെൻറ്റഡ് ഇൻ എ സോഫ്റ്റ്വെയർ റിക്വയർമെൻറ്റ് സ്പെസിഫിക്കേഷൻ. അതായത് ക്ലയൻസിൻ്റെ റിക്വയർമെൻറ്റ്സ് ഒക്കെ നമ്മൾ SRS ഡോക്യുമെൻ്റ്, അതായത് സോഫ്റ്റ്വെയർ റിക്വയർമെൻറ്റ് സ്പെസിഫിക്കേഷനിൽ നമ്മൾ എല്ലാ ഡീറ്റെയിൽസും ഡോക്യുമെൻ്റ് ചെയ്യും. ഇറ്റ് എൻഷുവേഴ്സ് ഡെവലപ്പേഴ്സ് അണ്ടർസ്റ്റാൻഡ് വാട്ട് ദ സോഫ്റ്റ്വെയർ ഷുഡ് അച്ചീവ്. ഒരു സോഫ്റ്റ്വെയർ എന്താണ് അച്ചീവ് ചെയ്യേണ്ടതെന്ന് ആ ഒരു SRS ഡെവലപ്പേഴ്സിന് എടുക്കുമ്പോൾ കറക്റ്റ്ലി മനസ്സിലാവും. റെഡ്യൂസ് ദ ചാൻസ് ഓഫ് മിസ്സിങ് എനി കീ ഫങ്ഷണാലിറ്റീസ്. അതായത് ഈ SRS ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ എന്തെങ്കിലും കീ ഫങ്ഷണാലിറ്റീസൊക്കെ മിസ് ചെയ്യാനുള്ള ചാൻസസ് വളരെ കുറവായിരിക്കും. ഓക്കെ, അടുത്ത ഫേസാണ് നമ്മുടെ ഡിസൈനിങ് ഫേസ്. സിസ്റ്റം ആർക്കിടെക്ചർ ആൻഡ് മൊഡ്യൂൾസ് ആർ പ്ലാൻഡ്. അതായത് ഒരു സിസ്റ്റത്തിൻ്റെ മൊഡ്യൂൾസ് പ്ലാൻ ചെയ്യുന്നൊരു ഫേസാണ് നമ്മുടെ ഡിസൈൻ ഫേസ് എന്ന് പറയുന്നത്. അത് നമ്മൾ മെയിൻലി പ്ലാൻ ചെയ്യുന്നത് ത്രൂ ഫ്ലോ ചാർട്ട്, അതുപോലെ തന്നെ ER ഡയഗ്രാം, ഇൻ്റർഫേസ് ഡിസൈനിങ് ആർ ക്രിയേറ്റഡ്. അതായത് നമ്മുടെ ഡാറ്റ ഇൻ്റർഫേസസൊക്കെ നമ്മൾ ഫ്ലോ ചാർട്ടും അതുപോലെ ER ഡയഗ്രാം, അതായത് എൻറ്റിറ്റി റിലേഷൻഷിപ്പ് ഡയഗ്രാം ഒക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മളൊരു ഓർഗനൈസ് ചെയ്ത് നമ്മുടെ ഡിസൈനിങ് ഫേസിന് ഡെവലപ്പ് ചെയ്യുന്നത്. ഡിസിഷൻസ് ആർ മെയ്ഡ് ഓൺ ടെക്നോളജീസ്, പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആൻഡ് ഫ്രെയിം വർക്ക്സ്. ഈ ഡിസൈനിങ് ഫേസസിലാണ് നമ്മൾ ഏത് ടെക്നോളജിയാണ് യൂസ് ചെയ്യണത്, അതുപോലെ തന്നെ ഏത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജാണ്, ഏത് ഫ്രെയിം വർക്കാണ് നമ്മൾ ഈ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചൂസ് ചെയ്യുന്നതെന്ന് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നതാണ് ഫേസാണ് ഡിസൈനിങ് ഫേസ്. ഹെൽപ്സ് ഇൻ ക്രിയേറ്റിംഗ് എ ബ്ലൂ പ്രിൻ്റ് ദാറ്റ് ഗൈഡ് ദ ഡെവലപ്മെൻറ്റ് പ്രോസസ്സ്. ഡെവലപ്മെൻറ്റ് പ്രോസസ്സ് നമുക്ക് ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഫേസാണ്. പ്രിവെൻറ്റിംഗ് കൺഫ്യൂഷൻസ് ആൻഡ് റെഡ്യൂസ് റീവർക്ക് ഡ്യൂറിങ് കോഡിംഗ്. നമ്മൾ പ്രോഗ്രാം കോഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്മുടെ വർക്ക്സൊക്കെ റെഡ്യൂസ് ചെയ്യാനും അതുപോലെ തന്നെ കോഡിങ്ങിൻ്റെ റീവർക്കിനും കൺഫ്യൂഷൻസിനൊക്കെ നമ്മൾ പ്രിവെൻറ്റ് ചെയ്യാനും നമ്മൾ ഈ ഡിസൈനിങ് ഫേസ് യൂസ് ചെയ്യും. അടുത്ത ഫേസാണ് ഡെവലപ്മെൻറ്റ് ഫേസ് അല്ലെങ്കിൽ കോഡിംഗ് ഫേസ് എന്ന് പറയും. ഡെവലപ്പേഴ്സ് റൈറ്റ് ദ ആക്ച്വൽ സോഴ്സ് കോഡ് ബേസ്ഡ് ഓൺ എ ഡിസൈൻ ഡോക്യുമെൻറ്റ്. അതായത് നമ്മൾ പ്രീവിയസ് ആയിട്ട് ചെയ്ത ഫേസ് ഡിസൈനിങ് ഫേസ് വെച്ച് നമ്മുടെ ഡെവലപ്പേഴ്സ് ആക്ച്വൽ സോഴ്സ് കോഡ്
റൈറ്റ് ചെയ്ത് തുടങ്ങുന്നത് നമ്മുടെ തേർഡ് ഫേസ് ആയിട്ടുള്ള ഡെവലപ്മെൻറ്റ് ഫേസിലാണ്. കോഡിംഗ് സ്റ്റാൻഡേർഡ്സ് ആൻഡ് ബെസ്റ്റ് പ്രാക്ടീസ് ആർ ഫോളോഡ്. കോഡിംഗ് സ്റ്റാൻഡേർഡ്സും അതുപോലെ തന്നെ ബെസ്റ്റ് പ്രാക്ടീസും ഒക്കെ ഫോളോ ചെയ്തിട്ടായിരിക്കും നമ്മളൊരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്നത്. ടൂൾസ് ലൈക്ക് വെർഷൻ കൺട്രോളർ, ഡീബഗിങ് ടൂൾ, IDE ഇതൊക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മളൊരു കോഡ് ഉണ്ടാക്കുന്നത്. ദിസ് ഈസ് വെയർ ദ ഐഡിയ ബിക്കേം എ വർക്കിംഗ് സോഫ്റ്റ്വെയർ പ്രൊഡക്റ്റ്. അതായത് നമ്മളിപ്പോൾ റിക്വയർമെൻറ്റ് ഫേസും ഡിസൈനിങ് ഫേസും ആ ഒരു കോർ ഐഡിയ വെച്ചിട്ട് നമുക്കൊരു വർക്കിംഗ് സോഫ്റ്റ്വെയർ ഉണ്ടാക്കുന്ന ആ ഒരു ഫേസിനെയാണ് നമ്മൾ ഈ ഡെവലപ്മെൻറ്റ് ഫേസ് എന്ന് പറയുന്നത്. എറേഴ്സ് ആൻഡ് ബഗ്സ് ആർ മിനിമൈസ്ഡ് ഇഫ് ദ കോഡിംഗ് പ്രാക്ടീസ് ആർ ഫോളോഡ് പ്രോപ്പർലി. നമ്മൾ പ്രോപ്പർലിയാണ് കോഡിംഗ് ഫേസ് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് എറേഴ്സും ബഗ്സും ഒക്കെ നമുക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇനി വന്ന അടുത്ത ഫേസാണ് ടെസ്റ്റിംഗ് ഫേസ്. ടെസ്റ്റിംഗ് ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെസ്റ്റിംഗ് ഈസ് ദ പ്രോസസ് ഓഫ് വെരിഫൈങ് ആൻഡ് വാലിഡേഷൻ ദ സോഫ്റ്റ്വെയർ ടു എൻഷുർ ഇറ്റ് വർക്ക്സ് അക്കോർഡിംഗ് ടു ദ റിക്വയർമെൻറ്റ്. അതായത് നമ്മുടെ ഫസ്റ്റ് ഫേസായ റിക്വയർമെൻറ്റ് ഫേസിനെ പോലെയാണോ നമ്മുടെ ഡെവലപ്മെൻറ്റ് ഫേസ് വരെ നമ്മുടെ സോഫ്റ്റ്വെയർ വന്നിരിക്കുന്നതെന്നുള്ള ഒരു വാലിഡേഷനും ഒരു വെരിഫിക്കേഷനുമാണ് നമ്മൾ ടെസ്റ്റിംഗ് ഫേസസിൽ വരുന്നത്. ഇറ്റ് ഈസ് പെർഫോംഡ് ആഫ്റ്റർ കോഡിംഗ് ആൻഡ് ബിഫോർ ഡിപ്ലോയ്മെൻറ്റ്. അതായത് കോഡിങ് കഴിഞ്ഞും ഡിപ്ലോയ്മെൻറ്റിന് മുമ്പുള്ള ഒരു ഫേസാണ് നമ്മൾ ടെസ്റ്റിംഗ് ഫേസ്. The main purpose of testing is to detect errors, defects and missing functionalities before the software is released to users. അതായത് നമ്മൾ യൂസേഴ്സിന് ഈ ഒരു സോഫ്റ്റ്വെയർ ഡെലിവർ ചെയ്യുന്നതിന് മുമ്പ് ആ ചെയ്തിരിക്കുന്ന സോഫ്റ്റ്വെയറിൽ എന്തെങ്കിലും എറേഴ്സോ ഡിഫക്ട്സോ അല്ലെങ്കിൽ ഏതെങ്കിലും ഫങ്ഷണാലിറ്റീസ് മിസ്സായിട്ടുണ്ടോ എന്നൊക്കെ നമ്മൾ ചെക്ക് ചെയ്യും ഈ ടെസ്റ്റിംഗ് ഫേസസിൽ. Testing ensure the software is correct, reliable, secure and performed well under expected conditions. അതായത് നമ്മൾ പ്രതീക്ഷിച്ച പോലെ, അതായത് സോഫ്റ്റ്വെയർ നല്ല രീതിയിൽ കറക്റ്റായിട്ടാണോ, റിലയബിൾ ആയിട്ടാണോ, അതുപോലെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത കണ്ടീഷൻസൊക്കെ അച്ചീവ് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ നമ്മൾ ഈ ഫേസസിൽ ചെക്ക് ചെയ്യും. ഇറ്റ് മേ ഇൻവോൾവ് ചെക്കിംഗ് ഇൻഡിവിജ്വൽ മൊഡ്യൂൾസ്, കമ്പൈൻഡ് സിസ്റ്റം ആൻഡ് റിയൽ ടൈം യൂസേഴ്സ് സീനറീസ്. അതായത് ഓരോ ഇൻഡിവിജ്വൽ മോഡ്യൂൾസും അതുപോലെ തന്നെ സിസ്റ്റം കമ്പൈൻ ചെയ്തൊക്കെ നമ്മൾ നോക്കും. ബോത്ത് മാനുവൽ ആൻഡ് ഓട്ടോമേറ്റഡ് ടെസ്റ്റിംഗ് ടൂൾസ് മേ ബി യൂസ്ഡ്. മാനുവലായിട്ടും ഓട്ടോമേറ്റഡ് ടൂൾസും ഒക്കെ നമ്മൾ യൂസ് ചെയ്യും. പെർഫോംഡ് അറ്റ് ഡിഫറെൻറ്റ് ലെവൽസ്. പല ലെവൽസിലായിട്ടായിരിക്കും നമ്മൾ ടെസ്റ്റിംഗ് ചെയ്യുന്നത്. ഫസ്റ്റ് ലെവലായിരിക്കും യൂണിറ്റ് ടെസ്റ്റിംഗ്. യൂണിറ്റ് ടെസ്റ്റിങ്ങിൽ വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇൻഡിവിജ്വൽ മോഡ്യൂൾസ് എടുത്ത് വെച്ചിട്ട് ടെസ്റ്റ് ചെയ്യും. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രേഷൻ ടെസ്റ്റിംഗ്. അതായത് ടെസ്റ്റ് ഇൻട്രാക്ട് ബിറ്റ്വീൻ മൊഡ്യൂൾസ് തമ്മിലുള്ള ഇൻട്രാക്ഷനാണ് നമ്മൾ ഈ ഇൻ്റഗ്രേഷൻ ടെസ്റ്റിങ്ങിൽ വരുന്നത്. നെക്സ്റ്റ് വണ്ണാണ് സിസ്റ്റം ടെസ്റ്റിംഗ്. ടെസ്റ്റ് ദ കംപ്ലീറ്റ് സിസ്റ്റം ആസ് ഹോൾ. അതായത് കംപ്ലീറ്റ് ആയിട്ടുള്ള സിസ്റ്റത്തിനെ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നതാണ് ഈ മൂന്നാമത്തെ സിസ്റ്റം ടെസ്റ്റിങ്ങിൽ വരുന്നത്. അടുത്ത ഫേസാണ് നമ്മുടെ ഡിപ്ലോയ്മെൻറ്റ് ഫേസ്. Deployment phase is the stage where the tester's software is delivered to the client or end users and made available in the production environment. അതായത് പ്രൊഡക്ഷൻ എൻവയോൺമെൻറ്റിലേക്ക് നമ്മുടെ ഈ ഫൈനൽ ഔട്ട്പുട്ട് ക്ലയൻറ്റിന് ഡെലിവർ ചെയ്യുന്ന ആ ഒരു ഫേസിനെയാണ് നമ്മൾ ഡിപ്ലോയ്മെൻറ്റ് ഫേസ് അഥവാ ഇംപ്ലിമെൻറ്റേഷൻ ടു ദ പ്രൊഡക്ഷൻ എന്ന് നമ്മൾ പറയുന്നത്. ഇറ്റ് എൻഷ്യൂർ ദാറ്റ് ദ സിസ്റ്റം ഈസ് റെഡി ഫോർ റിയൽ ടൈം യൂസേഴ്സ്. അതായത് നമ്മുടെ ക്ലയൻസിന്, അതായത് റിയൽ ടൈം യൂസേഴ്സിന് ആ ഒരു സിസ്റ്റം യൂസ് ചെയ്യാനായിട്ടുള്ളൊരു ടൈമാണ് നമ്മുടെ ഈ ഡിപ്ലോയ്മെൻറ്റ് ഫേസ് എന്ന് പറയുന്നത്. ഡിപ്ലോയ്മെൻറ്റ് ആക്റ്റീവ്സ് ഇൻക്ലൂഡിങ് ഇൻസ്റ്റാളിങ് ദ സോഫ്റ്റ്വെയർ ഇൻ ദ യൂസേഴ്സ് മെഷീൻ, സെർവർ ഓർ എ ക്ലൗഡ് എൻവയോൺമെൻറ്റ്. അതായത് നമ്മുടെ സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്ന ക്ലയൻസിന് അവരുടെ മെഷീനിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യണേയും അതുപോലെ തന്നെ നമുക്ക് സെർവേഴ്സിലും അതുപോലെ തന്നെ ക്ലൗഡ് എൻവയോൺമെൻറ്റിലേക്കൊക്കെ ഇൻസ്റ്റാൾ ചെയ്യുന്നതും ഈ ഒരു ഫേസിൽ വെച്ചിട്ടാണ്. കോൺഫിഗറിങ് സെറ്റിംഗ് ടു മാച്ച് ക്ലയൻറ്റ് നീഡ്സ്. ക്ലയൻറ്റിൻ്റെ ആവശ്യങ്ങളൊക്കെ കോൺഫിഗർ ചെയ്ത് അവരുടെ സെറ്റിങ്സൊക്കെ പ്രോപ്പറായിട്ട് ചെയ്യുന്ന ഒരു ഫേസുമാണ്. മൈഗ്രേഷൻ ഡാറ്റ ഫ്രം എനി പ്രീവിയസ് systems, providing training and documentation so users can operate the system efficiently. അതായത് അവർക്ക് പ്രോപ്പറായിട്ട് ആ ഒരു സോഫ്റ്റ്വെയർ എങ്ങനെയാണ് യൂസ് ചെയ്യണമെന്നുള്ളൊരു ട്രെയിനിങ്ങും ഡോക്യുമെൻറ്റേഷനും ഒക്കെ നമുക്ക് യൂസേഴ്സിന് എഫക്റ്റീവായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അടുത്ത ലാസ്റ്റ് നമ്മുടെ ഫേസാണ് മെയിൻ്റനൻസ് ഫേസ്. Maintenance start after deployment and continue
അണ്ടിൽ ദ എൻഡ് ഓഫ് ദ സോഫ്റ്റ്വെയർസ് ലൈഫ്. അതായത് ആ സോഫ്റ്റ്വെയറിൻ്റെ ലൈഫ് തീരണോളം വരെ നമ്മൾ ചെയ്യുന്നൊരു ഫേസാണ് ഈ മെയിൻ്റനൻസ് ഫേസ്. ഇറ്റ് ഈസ് ദ ലോങ്ങസ്റ്റ് ഫേസ് ഓഫ് ദ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ലൈഫ് സൈക്കിൾ. അതായത് SDLCയിലെ ഏറ്റവും ലോങ്ങസ്റ്റ് ഫേസാണ് ഈ മെയിൻ്റനൻസ് ഫേസ് എന്ന് പറയുന്നത്. സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ലൈഫ് സൈക്കിളിനെ നമ്മൾ ഷോർട്ടാക്കിയിട്ട് വിളിക്കുന്നതാണ് SDLC. ഇറ്റ്സ് മെയിൻ ഗോൾ ഈസ് ടു കീപ് ദ സോഫ്റ്റ്വെയർ അപ് ടു ഡേറ്റ്, എറർ ഫ്രീ ആൻഡ് റെലവൻറ്റ്. അതായത് നമ്മുടെ സോഫ്റ്റ്വെയറിനെ അപ് ടു ഡേറ്റ് ആയിട്ടും എറർ ഫ്രീ ആയിട്ടും റെലവൻ്റ് ആയിട്ടും ഈ മെയിൻ്റനൻസ് ഫേസിൽ കീപ്പ് ചെയ്യും. ആക്ടിവിറ്റീസ് ഇൻ മെയിൻ്റനൻസ് ഇൻക്ലൂഡിങ് ഫിക്സിങ് എറേഴ്സ് ഓർ ബഗ് ദേ ആർ ഡിസ്കവേർഡ് ആഫ്റ്റർ റിലീസ്. അതായത് നമ്മൾ നമ്മുടെ ആ ഒരു ഉണ്ടാക്കിയ പ്രൊഡക്റ്റ് യൂസേഴ്സിന് കൊടുത്തിട്ട് എന്തെങ്കിലും ടൈപ്പ് ഓഫ് എറേഴ്സ് ഉണ്ടെങ്കിൽ അത് ഡിസ്കവർ ചെയ്ത് അതിനെ ഫിക്സ് ചെയ്യും. അപ്ഡേറ്റിംഗ് ദ സോഫ്റ്റ്വെയർ ടു റൺ ഓൺ ന്യൂ ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ്, ഹാർഡ്വെയർ ഓർ എൻവയോൺമെൻറ്റ്. അതായത് നമുക്ക് വേണ്ടിയിട്ടുള്ള പുതിയ സോഫ്റ്റ്വെയർസിന് അപ്ഡേഷൻസ് കൊടുക്കുകയും ചെയ്യും, അതുപോലെ തന്നെ ഹാർഡ്വെയറിലും എൻവയോൺമെൻറ്റ്സിലും. എൻഹാൻസിങ് ദ സിസ്റ്റം ബൈ ആഡിങ് ന്യൂ ഫീച്ചേഴ്സ് ഓർ ഇംപ്രൂവിങ് പെർഫോമൻസ്. പ്രൊവൈഡ് ടെക്നിക്കൽ സപ്പോർട്ട് ആൻഡ് അപ് ടു ഡേറ്റ് ടു എൻഷുർ സ്മൂത്ത് ഓപ്പറേഷൻസ്. അതായത് നമുക്ക് പുതിയ ഫീച്ചേഴ്സ് അങ്ങനെ എന്തെങ്കിലും എൻഹാൻസ് ചെയ്യണമെങ്കിൽ അത് ആഡ് ചെയ്യും. അതോടുകൂടി നമ്മുടെ പെർഫോമൻസ് ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാനും അതിനെ ഹെൽപ്പ് ചെയ്യും. വിത്തൗട്ട് മെയിൻ്റനൻസ് സോഫ്റ്റ്വെയർ ബിക്കെയിം ഔട്ട്ഡേറ്റഡ് ആൻഡ് മേ നോട്ട് ഫങ്ഷൻ പ്രോപ്പർലി ഓവർ ടൈം. അതായത് നമുക്ക് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ പ്രോപ്പറായിട്ട് നമ്മുടെ സിസ്റ്റമൊക്കെ അപ്ഡേറ്റ് ചെയ്തില്ലെങ്കിൽ നമുക്കൊരു സ്ലോ ആയിട്ടും അതുപോലെ തന്നെ ഒരു ഔട്ട്ഡേറ്റഡ് ആയിട്ടും നമുക്ക് തോന്നും, കാരണം പുതിയ ഫീച്ചേഴ്സ് ഒന്നും ആഡ് ചെയ്യാൻ പറ്റില്ല. സോ മെയിൻ്റനൻസ് ഫേസ് വെച്ചിട്ടാണ് നമ്മൾ ഈ പുതിയ ഫങ്ഷണാലിറ്റീസും അതുപോലെ തന്നെ നമ്മുടെ സോഫ്റ്റ്വെയറിനെ ഔട്ട്ഡേറ്റഡ് ആക്കാണ്ടും പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാനുള്ള ഒരു മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോപ്പറായിട്ടുള്ള മെയിൻ്റനൻസ് കാരണമാണ്. സോ ഇതാണ് നമ്മൾ SDLC സോഫ്റ്റ്വെയർ സിസ്റ്റം ഡെവലപ്മെൻറ്റിൻ്റെ ഒരു ലൈഫ് സൈക്കിള്. ഫസ്റ്റ് തന്നെ നമ്മൾ റിക്വയർമെൻറ്റ് അനലൈസ് ചെയ്യും, അത് കഴിഞ്ഞിട്ട് ഡിസൈൻ ചെയ്യും, അത് കഴിഞ്ഞിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യും, ദെൻ ടെസ്റ്റ് ചെയ്യും, പിന്നെ ഇവാലുവേഷൻ ഓർ മെയിൻ്റനൻസ്. സോ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഐ ഹോപ്പ് എവ്രി വൺ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. എന്തെങ്കിലും ഡൗട്ട്സോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻസ് ആയിട്ട് ചോദിക്കാം, ഞാൻ അതിൻ്റെ അനുസരിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. സോ നമുക്ക് അടുത്ത വീഡിയോയിലോട്ട് കാണാം. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.